ഹലോ, ഇപ്പം നീറ്റ് 2026 റിസൾട്ട് വന്നു. നല്ല മാർക്ക് വാങ്ങിയ, നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആളുകളുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓൾ ഇന്ത്യ കോട്ടയിൽ എത്ര കട്ട് ഓഫ് വരും? കാരണം പല ആളുകളും കൺസേൺഡ് ആണ്. ഇപ്പോൾ 560, 570 മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട കിട്ടുമോ ഇല്ലയോ, എങ്ങനെയുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 5 ഇയേഴ്സിൻ്റെ ഡാറ്റ എടുത്തിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, ഒന്നല്ല 2 മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയ ഒരു കാര്യം അനലൈസ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2 രീതിയിൽ ഞാൻ അനലൈസ് ചെയ്യും. ഒന്ന് MCCയുടെ കൗൺസിലിങ്ങിലുള്ള ലാസ്റ്റ് റാങ്ക്സ് വെച്ച് അനലൈസ് ചെയ്യും. സംസാരിക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ട് കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി സഹിച്ചിരിക്കുക. ഓക്കെ, രണ്ടാമത്തത് സ്ട്രേ വേക്കൻസി റൗണ്ടിനെയും നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെവലിൽ എന്താ പറയുക, MCC റൗണ്ട്സ് ആണ്. സ്ട്രേ റൗണ്ട്സ് ഞാൻ ലാസ്റ്റ് വരാം, അതിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഓക്കെ, നൗ കഴിഞ്ഞൊരു 5 വർഷത്തെ ഡേറ്റയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഗവൺമെൻറ് MBBS സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 15%. ഓൾ ഇന്ത്യ കോട്ട 15% ഗവൺമെൻറ് സീറ്റ്സിൻ്റെ. കാറ്റഗറീസ് നമ്മൾ എടുക്കുന്നത് ജനറലും OBC ആണ്. കാരണം മേജർ ആളുകൾ ഈ കാറ്റഗറി വരുന്നതോടെ ഇതാണ് എടുക്കുന്നത്. അത് നോൺ PWD സീറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. കട്ട് ഓഫ് കഴിഞ്ഞ വർഷങ്ങളിലെ കൗൺസിലിംഗ് എന്നുള്ള റൗണ്ട് 3, അതേപോലെ മോപ്പപ്പ് കൗൺസിലിംഗ് എന്നുള്ള ഡേറ്റയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സീറ്റ് നമ്പേഴ്സ് MCCയുടെ ഓൾ ഇന്ത്യ കോട്ട മെട്രിക്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ക്ലോസിംഗ് AR ഈ വർഷത്തേത് പ്രഡിക്റ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമോ? അത് നമ്മൾ നോക്കിയാൽ 2021 മുതൽ 2025 വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ 2021 19,207 ക്ലോസിംഗ് ഓൾ ഇന്ത്യ റാങ്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ. അത് 22 22,237 ആയി, 23 22,416 ആയി, 24 24,842 ആയി, 25 26,178. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 19,000 26,000 വന്നിട്ടുണ്ട്. OBC നോൺ ക്രീമി ലെയർ ആകുമ്പോൾ 2021 19,232 ഉണ്ട്, 2022 22,338 ഉണ്ട്. അത് ഇങ്ങനെ വന്നിട്ട് 2025 26,231 ആയിട്ടുണ്ട്. അപ്പോൾ മേ ബി ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് പ്രതീക്ഷ തോന്നാം അല്ലേ, 19,000 26,000 എത്തിയിട്ടുണ്ട്. ഈ വർഷം എത്ര വരെ എത്തും? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഏകദേശം ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റിൻ്റെ ഗ്രോത്ത് നമ്മളൊന്ന് അറിയണം. ഓക്കെ, 2021 ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ 15% എന്ന് പറയുമ്പോൾ 6,100 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 2025 ആകുമ്പോഴത്തേക്കും 8,342 ആയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു നല്ലൊരു ഇൻക്രീസ്, ഒരു 30% മേലുള്ള ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ വർഷം ചെറിയ ചെറിയ ഇൻക്രീസ്. ഇവിടെ ഒരു 300ന്റെ വ്യത്യാസമുണ്ട്. 2023 ആകുമ്പോഴേക്കും 1000 വ്യത്യാസം വന്നിട്ടുണ്ട്. 2024 374 വ്യത്യാസം വന്നിട്ടുണ്ട്. 2025 424 വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഈ സീറ്റ് മെട്രിക്സിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് എന്ത് മാറും? ഈ ഒരു റാങ്കുകൾ ഇയർ ഓവർ ഇയർ ഇൻക്രീസ് അനുസരിച്ച് ലാസ്റ്റ് റാങ്ക് കുറച്ച് അങ്ങോട്ട് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം എത്ര വരും എന്നുള്ളതാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ OBCയിൽ ഇതേപോലെ തന്നെ 2021 1,580 സീറ്റ്സ് ആണ് OBC ഉണ്ടായിരുന്നത്. ഓക്കെ, 2025 ആകുമ്പോൾ 2,138 ആയിട്ടുണ്ട്. ടോട്ടൽ അറൗണ്ട് 600 സീറ്റ്സിൻ്റെ ഇൻക്രീസ് OBCയിലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നൗ നമ്മൾ ഈ വർഷത്തെ NMCയുടെ ഇതുവരെയുള്ള നമുക്കുള്ള ഇൻഫർമേഷൻ പ്രകാരം ഇതിൽ ഈ മാറ്റങ്ങൾ വരാം കേട്ടോ. അഡീഷണൽ ഗവൺമെൻറ് സീറ്റ്സ് 2,111 ഉള്ളത്, അതായത് ഗവൺമെൻറ് സീറ്റ്സ് കേട്ടോ. അതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നുള്ളത്. അതിൻ്റെ 15% ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് വരും. അപ്പോൾ 2,111 × 15% 317 സീറ്റ് എക്സ്ട്രാ ഓൾ ഇന്ത്യ കോട്ടയിൽ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തവണത്തെ എസ്റ്റിമേറ്റഡ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് 8,659 ആണ്. ഇത് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എഗെയിൻ അത് MCC അതിൻ്റെ സീറ്റ് മെട്രിക്സ് പ്രഖ്യാപിക്കണം, നമുക്ക് മനസ്സിലാവുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇതാണ്. അപ്പോൾ അത് ജനറൽ സീറ്റ്സ് അറൗണ്ട് 3,332 വരിക. OBC സീറ്റ്സ് 2,219 ആഫ്റ്റർ PWD ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്ര സീറ്റ്സിനാണ് നമുക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും സീറ്റ്സ് ഇൻക്രീസ് ഉണ്ട്. ഈ ഇൻക്രീസ് ചെയ്ത സീറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ഒരു ലാസ്റ്റ് റാങ്കിന് പുഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് 2 മെത്തേഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, 2 മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റിഗ്രഷൻ മോഡലാണ്. റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലുള്ള, അതായത് കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ വെച്ചിട്ട് അതിനൊന്ന് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണലി എത്രത്തോളം ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 317 സീറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അത് നേരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്താൽ എത്ര റാങ്കിൽ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലീനിയർ മോഡലാണ്. അത് എത്ര പുഷ് വരും എന്നുള്ളതാണ്. 2 വളരെ സിമ്പിളാണ്, അതേപോലെ ട്രാൻസ്പെറൻറ്റ് ആണ്, ഈസി ടു. റിഗ്രഷൻ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഇയറും ഒരു സൈഡിൽ നമ്മൾ ക്ലോസിംഗ് റാങ്കും നമ്മളിങ്ങനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ എന്തെങ്കിലും കിട്ടുമല്ലോ.
അല്ലെങ്കിൽ ഒരു ഗ്രാഫ് കിട്ടല്ലോ, ആ ഗ്രാഫിനെ 2026 എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് റിഗ്രഷൻ മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറലി മാത്തമാറ്റിക്സിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, റിഗ്രഷൻ മോഡൽ. അപ്പോൾ പാസ്റ്റ് ഡാറ്റ എടുക്കുന്നു, എന്നിട്ട് ആ ലൈനിലോട്ട് 2026 നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് യൂസ് ദ 2026 സീറ്റ് എസ്റ്റിമേറ്റ് ടു പ്രെഡിക്റ്റ് ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മൾ റിഗ്രഷൻ മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോർമുല എന്നുള്ളത് നിങ്ങളിത് എങ്ങനെയൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യ റാങ്ക് ഈക്വൽ ടു 3626 പ്ലസ് 2.654 into AIQ seats. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു y ഈക്വൽ ടു mx പ്ലസ് c പോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രഡിക്റ്റഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്നുള്ളത് എത്രയാണ്? നമ്മൾ പ്രഡിക്റ്റഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്നുള്ളത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 26,607 അതിലോട്ട് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട ജനറൽ ഓപ്പണിൽ എത്തും എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ OBCയിൽ ചെയ്യുമ്പോൾ 26,781. ഏകദേശം ഇതാണ് റിഗ്രഷൻ മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. റിഗ്രഷൻ മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്ന 26,000 നിന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? ഒരു 26,600-700 വരെ മൂവ് ചെയ്യാമെന്നാണ് റിഗ്രഷൻ മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ ഗ്രോത്ത് മോഡൽ എടുക്കാം. എന്താ പ്രൊപ്പോർഷണൽ ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ എത്ര സീറ്റ്സ് ഗ്രോ ചെയ്തിട്ടുണ്ട്? 3.8% സീറ്റ്സ് ഗ്രോ ചെയ്തിട്ടുണ്ട്. 317 സീറ്റ് ആണല്ലോ. അപ്പോൾ അത് പ്രകാരം എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും? അത് പ്രകാരം നമ്മൾ എടുക്കുമ്പോൾ 2025 26,178 ആണ് ജനറൽ, അത് 27,173 ആവും. OBC നോൺ ക്രീമി ലെയർ 26,231 ആണ്, അത് 27,225 ആവും. അപ്പോൾ കുറച്ചുകൂടി അപ്പുറത്തോട്ട് എത്തുമെന്നുള്ളതാണ് ആര് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു പ്രൊപ്പോർഷണൽ ഗ്രോത്ത് മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ ഏത് മോഡലായിരിക്കും കൂടുതൽ ശരിയാവുക എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല. കാരണം ഇവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം പ്രൊപ്പോർഷണൽ ഗ്രോത്ത് മോഡൽ പ്രകാരം 27,173 OBC നോൺ ക്രീമി ലെയർ 27,225 ആണ് പ്രഡിക്റ്റഡ് ഓൾ ഇന്ത്യ റാങ്ക് കട്ട് ഓഫ് എന്നുള്ളത്. രണ്ടും നമുക്ക് ഇന്നതാണ്. കാരണം ഇവിടെ നമ്മളൊരു സീറ്റിന്റെ ഗ്രോത്ത് മാത്രമാണ് അവിടെ ഫാക്ടർ അല്ല. എത്ര ആളുകൾ സ്റ്റേറ്റ് കോട്ടയിൽ പോകും, അതേപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു സീറ്റൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞിരുന്നേക്കാം അല്ലെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഞാൻ സ്ട്രേ വേക്കൻസി കൂടി ഞാൻ പറയാം കേട്ടോ. അത് പ്രകാരം എത്ര ചേഞ്ച് വരും എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എൻ്റെ ഞാൻ പറയാം. അതിൻ്റെ ഒരു മാക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടിൻ്റെ ഒരു ആവറേജ് എടുക്കാം. നമുക്ക് നല്ല രണ്ട് മെത്തേഡ്സ് ഉണ്ട്. രണ്ടിൻ്റെ ഒരു ആവറേജ് എടുക്കാം, നമുക്ക് ഏകദേശം ഒരു അസംഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ 26,890, അതേപോലെ തന്നെ OBCയിൽ 27,000. ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് പറയാവുന്ന ഒരു സംഭവം 26,700 മുതൽ 27,173 വരെ, അല്ലെങ്കിൽ 27,200 വരെയൊക്കെ പോകാം. ഓൺ ആവറേജ് ഏകദേശം ഒരു 27,000 ആയിരിക്കും ഇത്തവണത്തെ ക്ലോസിംഗ് റാങ്ക്. കഴിഞ്ഞ തവണത്തെ ക്ലോസിംഗ് റാങ്ക് ആയിരിക്കില്ല, കുറച്ചുകൂടി മേലോട്ട് തന്നെ MCC കൗൺസിലിംഗിൽ പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ലൈക്ലി ക്ലോസിംഗ് റാങ്ക് ജനറൽ ആണെങ്കിൽ 26,900-ഉം OBCയിലാണെങ്കിൽ 27,000-ഉം ഇത്തവണ ആവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രേ റൗണ്ട്സിൽ എങ്ങനെയാണ്? സ്ട്രേ റൗണ്ട്സിന്റെ പ്രത്യേകത ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം എവിടെയെങ്കിലും ഒക്കെ ഒരു വേക്കൻ സീറ്റ് വരും, ആ വേക്കൻ സീറ്റ് ഫില്ല് ആവുക. അതേപോലെ ഓൾറെഡി ചിലപ്പോൾ ഒരു BDS കിട്ടിയാൾക്ക് ചിലപ്പോൾ ഇതിന് പോകാൻ പറ്റില്ല. ലൈക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ സ്ട്രേ വേക്കൻസി റൗണ്ടിലോട്ട് പോകുമ്പോൾ അതിന്റെ റൂൾസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആരെങ്കിലും കോഴ്സ് നിർത്തി പോവുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ്സ്, റൈറ്റ്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് സ്ട്രേ വേക്കൻസി ഗ്രൗണ്ടിലുണ്ട്. ചില ആൾക്കാർ ജോയിൻ ചെയ്യാതിരിക്കുന്നു, ചില ആൾക്കാർ വളരെ റിമോട്ട് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ്, അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഒരു MCC കൗൺസിലിംഗ് സ്ട്രേ കൗൺസിലിംഗോട്ട് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2021 ഒരു 525 റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ട് ജനറലിൽ. ഓക്കെ, പ്ലസ് 525 ആയി. OBCയിൽ അത് 1,956 ആണ്. അതേപോലെ തന്നെ 2022 469 ആണ് ജനറലിൽ, വെറും 383 ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ്, ഒരു ആവറേജ് ഡിഫറൻസ് 762 കാണാൻ പറ്റും. പക്ഷേ അത് 469 മുതൽ 1,200 വരെ വേരി ചെയ്യുന്നുണ്ട്. അത് OBCയിൽ വരുമ്പോൾ 383 മുതൽ 1,900 വരെ വേരി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലതും ഔട്ട്ലേയേഴ്സ് ആണ്, നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ തന്നെ വരും എന്നുള്ളത്. ഒരു ആവറേജ് OBCയിൽ 933 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മറ്റ് എന്താ പറയുക നോർമൽ കൗൺസിലിംഗുമായിട്ട് ഞാൻ ഇതിനെ മിക്സ് ചെയ്യാത്തത്. കാരണം വെരി ഇൻകൺസിസ്റ്റന്റ് ആണ്, ഇയർ ടു ഇയർ വളരെ ഇൻകൺസിസ്റ്റന്റ് ആണ് സ്ട്രേ വേക്കൻസി റൗണ്ട് നോർമൽ കട്ട് ഓഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ പക്ഷേ നമുക്ക് എപ്പോഴും കഴിഞ്ഞ വർഷങ്ങൾ വെച്ചിട്ട് ഒരു ആവറേജ് എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,900 ഒരു 760, അതായത് 27,700 വരെ ജനറലിൽ പോകാം. ചിലപ്പോൾ അതിന് മേലോട്ടും പോകാം, 28,000 വരെ ഒക്കെ പോയേക്കാം. OBC നോൺ ക്രീമിലർ ഇതേപോലെ 930 ആഡ് ചെയ്താൽ 27,900 അല്ലെങ്കിൽ 28,000 വരെ, 28,500 വരെയൊക്കെ പോയേക്കാം. പക്ഷെ ഇത് മാത്തമാറ്റിക്കലി ഒരു മോഡലിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ആവറേജ് എടുത്ത് കൂട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചതുപോലെ ഇത് വളരെ ഇൻകൺസിസ്റ്റന്റ് ആണ്, പലതും വളരെ ഇൻകൺസിസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. സോ ഒരു മെയിൻ പ്രഡിക്ഷൻ പോലെ ഇതങ്ങനെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് മോഡൽ ചെയ്യാൻ സാധിക്കില്ല, റൈറ്റ്, എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഫൈനലി പ്രഡിക്ഷൻസ് എന്നുള്ളത് പാസ്റ്റ് ട്രെൻഡ്സിനെ അതേപോലെ സീഡ് ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ്
സീറ്റ് നമ്പേഴ്സ് എന്നുള്ളത് MCC റിലീസ് ചെയ്തിട്ടുള്ള എന്താ പറയുക അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒഫീഷ്യൽ മെട്രിക്സിനെ വെച്ചിട്ടാണ്. ഇനി അതിൽ മാറ്റങ്ങൾ വരാം. പിന്നെ സ്റ്റുഡൻറ് ചോയ്സ്, വേക്കൻസീസ്, അതർ റിയൽ ടൈം ഫാക്ടേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഇതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. എന്നാലും ഇത് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തീർന്ന്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. എന്തായാലും നീറ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിസൾട്ടൊക്കെ വന്നൊരു ഒരു ആശ്വാസത്തിലായിരിക്കും. ഇന്ന് തന്നെ ഈ വീഡിയോയുടെ കാരണം എനിക്ക് ചെറിയ മൗത്തിൽ അൾസറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റേ നീറ്റ് എക്സാമിൻ്റെ അനാലിസിസ് ചെയ്യണമെന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഒന്ന് ശരിയായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ കേരള മെഡിക്കൽ റാങ്ക് അനാലിസിസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, സോ വർക്ക് ഹാർഡ്, സ്റ്റേ പോസിറ്റീവ് and make informed choices. Wishing you all the best. Subscribe to the channel. Thanks a lot. Bye.